ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഏറ്റവും നിർണായകമായ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ട് എക്സിറ്റ് പോളുകളിലും കോൺഗ്രസ്, രണ്ട് സംസ്ഥാനങ്ങളിലെയും വിവിധ എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസ് അനുകൂല തരംഗം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വ്യക്തമാണ്. പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് സഖ്യം അവിടെ വലിയ ഒരു മേധാവിത്വം പുലർത്തുന്നു, അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം ഹരിയാനയിൽ മുമ്പ് തന്നെ നമ്മളാ കാര്യം വിലയിരുത്തിയിരുന്നതാണ്. ഞാൻ തന്നെ ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു, ഹരിയാനയിൽ കോൺഗ്രസ് 65 സീറ്റുകൾക്ക് മുകളിൽ നേടും എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. കാരണം ഹരിയാനയിൽ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സ്റ്റേറ്റാണ് BJP. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരു എതിർപ്പ് BJPക്കെതിരായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. അതോടൊപ്പം തന്നെ 10 വർഷം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ജനവികാരം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. മോഡിക്ക് പഴയ ഒരു ഇമേജ്, അല്ലെങ്കിൽ പഴയ പോലെ ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, 2014 അതേ പ്രസംഗത്തിൻ്റെ തനിയാവർത്തനം. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ആവർത്തന വിരസത അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ, നോർത്ത് ഇന്ത്യയിൽ ആ നിലയിൽ നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യത കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2014 മുതലുള്ള BJPയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി ക്യാമ്പയിൻ ചെയ്ത് BJPയെ വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പോളിസിയാണ്. അതല്ലാതെ BJPക്ക് മുന്നിൽ മറ്റ് വഴികളില്ല. ഹരിയാനയിലൊക്കെ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. 2014 ശേഷം നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിന് ശേഷമാണ് ആ നിലയിൽ BJP ഒരു മുന്നേറ്റം നടത്തിയത്. പലപ്പോഴും ഇപ്പോൾ BJP അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് അത്രത്തോളം ശക്തമല്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിന് കോട്ടം തട്ടുമ്പോൾ, ഒരു ഇടിവ് സംഭവിക്കുമ്പോൾ അത് BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ പോലും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹരിയാനയിൽ 10 കൊല്ലം BJP ഭരിച്ചു. മനോഹർലാൽ ഖട്ടറായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ വലിയ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നവാബ് സിംഗ് സൈനി എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രിയാക്കി. വലിയ ഒരു പുരോഗതിയും അതുകൊണ്ടുണ്ടായില്ല. അതിനുശേഷമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 10 സീറ്റും 10ൽ 10ഉം BJP നേടിയ ഈ ഹരിയാനയിൽ ഇത്തവണ 5 സീറ്റ് കോൺഗ്രസ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജാട്ട് സമുദായത്തിന് അകത്ത് അവിടുത്തെ ഏറ്റവും പ്രബലമായൊരു വിഭാഗമാണ് ജാട്ട് സമുദായം. അവർ ഈ ഗുസ്തി താരങ്ങളുണ്ട്, അവർ സൈന്യത്തിൽ, ഇന്ത്യൻ സൈന്യത്തിൽ അവരുണ്ട്, ഇന്ത്യൻ പട്ടാളത്തിൽ അവരുണ്ട്. ഒരു വീട്ടിലൊരു പട്ടാളക്കാരനെങ്കിലും ഉള്ള വീടാണ് ഹരിയാനയിൽ. ഒരു വീട്ടിലൊരു പട്ടാളക്കാരനെങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഗുസ്തി താരങ്ങൾ, അതൊക്കെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഇതാണ്. ഗുസ്തി താരങ്ങൾ, ഒരു വീട്ടിൽ ഒരു ഗുസ്തി താരമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ നിലയിൽ കൊണ്ടു നടക്കുന്ന ഒരു ഡൽഹിയുമായും പഞ്ചാബുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ജാട്ട് സമുദായത്തിനുണ്ടായിട്ടുള്ള BJPയുടെ ഉണ്ടായിട്ടുള്ള വലിയ എതിർപ്പ്, ഈ കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതൊക്കെ വലിയ നിലയിൽ BJPക്ക് എതിരായി മാറുന്നു. അതുപോലെ തന്നെ ഈ ഗുസ്തി താരങ്ങളായിട്ടുള്ള വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പുനിയൊക്കെ കോൺഗ്രസിലേക്കുള്ള വരവ്, വിനേഷ് ഫോഗട്ടിൻ്റെ മത്സരം, അങ്ങനെ തുടങ്ങി സാധ്യമായ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മുഴുവൻ അവർ ചെയ്തു. നമുക്ക് ഒരു 2014 ശേഷമുള്ള കോൺഗ്രസിനെ കൂടി വിലയിരുത്തണമല്ലോ. കോൺഗ്രസ് പൊതുവെ ഇലക്ഷനുകളൊക്കെ ഇലക്ഷനോട് വന്നു പോകാമെന്നല്ലാതെ അവിടെ ഒരു പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ നിലയിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഹരിയാനയിലല്ല. ഹരിയാനയിൽ ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുന്ന, ഈസി വാക്കോർ പ്രതീക്ഷിച്ചിട്ട് ഓവർ കോൺഫിഡൻസിലൊക്കെ ഇരിക്കാൻ കഴിയുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം അവിടെ ജാട്ട് സമുദായം എതിരാണ്, കർഷകരെതിരാണ്, BJPക്കെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ദലിത് ജനവിഭാഗത്തിൻ്റെ വലിയ പിന്തുണ കോൺഗ്രസിനുണ്ട്, ഒരു സീനിയർ മോസ്റ്റ് ലീഡറായിട്ടുള്ള ഭൂപീന്ദർ സിംഗ് ഹൂഡയുണ്ട്, അതുപോലെ തന്നെ കുമാരി ഷെൽജയും രൺദീപ് സിംഗ് സുർജാവാലയും ഉൾപ്പെടെയുള്ള ജനസ്വീകാര്യതയുള്ള നേതാക്കളുണ്ട്. എന്നാൽ BJPക്ക് അപ്പുറത്ത് വലിയ പ്രശ്നങ്ങൾ, ഗ്രൂപ്പിസവും അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് BJP വലിയ നിലയിൽ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകും എന്ന് കരുതി ഒരു കോൺഗ്രസിൻ്റെ ഒരു പതിവ് ശൈലിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹരിയാനയിൽ BJP കടന്നു കയറുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതും വിചാരിച്ചിരുന്നില്ല. പകരം അവർ കൃത്യമായിട്ട് സ്ട്രാറ്റജികൾ ഉണ്ടാക്കി. വിനേഷ് ഫോഗട്ടിനെ കൊണ്ടുവരാനുള്ള കാരണം, പിന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായിട്ടുള്ള കനകലു അവിടെ കൃത്യമായി വർക്ക് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ വർക്ക്
കോൺഗ്രസ് അവിടെ നടത്തി. നമുക്ക് കാണാൻ കഴിയുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പുതിയ സമീപനം, പുതിയ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി, പുതിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒക്കെ രൂപീകരിച്ചുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ മാറിയ കാലത്ത് കോൺഗ്രസും അതിനനുസരിച്ച് മാറി വന്നിരിക്കുന്നു. അപ്പോൾ മാറിയ കോൺഗ്രസിനെ നേരിടാൻ BJP എത്രത്തോളം പ്രാപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ആ മാറിയ കോൺഗ്രസിനെ നേരിടാൻ പ്രാപ്തമല്ല. മാറിയ രാഹുൽ ഗാന്ധിയെ നേരിടാൻ പ്രാപ്തമല്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറിയപ്പോൾ മറ്റത് വളരെ ഈസി ആയിട്ട് പപ്പു, രാഹുൽ കോനെ എന്നൊക്കെ അമിത്ഷാ ചോദിച്ചിട്ടുണ്ട്. ഏത് രാഹുൽ എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ രാഹുൽ മോൻ എന്ന് വിളിച്ച്, രാഹുൽ ബാബ എന്ന് വിളിച്ചൊക്കെ കളിയാക്കിയിട്ട് ഈസി ആയിട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോകാൻ കഴിയുന്നില്ല. പകരം രാഹുൽ ഗാന്ധി പറയുന്നതിന്, ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയുമ്പോൾ അത് BJPക്ക് അത്ര ശീലമുള്ള കാര്യമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഗൗരവതരമായി കാണാൻ BJPക്ക് കഴിയുന്നില്ല. ഇനി കഴിഞ്ഞാൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള മറുപടി കൊടുക്കാനും BJPക്ക് കഴിയുന്നില്ല. അതാണ് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അവർ വിലയുറച്ച് കണ്ടു. എന്നാൽ അവരുടെ സ്റ്റേജ് മാറി, അവർ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ്. അല്ലാതെ വെറുതെ ജനങ്ങളാണ് മാറ്റി കൊടുത്തതല്ല. അവർ സ്വയമേവ മാറാൻ ശ്രമിക്കുകയും കാലത്തിനനുസരിച്ചിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി. കോൺഗ്രസും മാറി, രാഹുൽ ഗാന്ധി മാറി, ലീഡർഷിപ്പ് മൊത്തത്തിൽ മാറി. മല്ലികാർജ്ജുൻ ഖാർഗെക്കൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലാണ് സംഘടനാ ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യങ്ങൾ അതും കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് സഖ്യം, ശരത് പവാർ, RJD ബീഹാറിൽ, തമിഴ്നാട്ടിലെ DMK, ആം ആദ്മി പാർട്ടി, അങ്ങനെ തുടങ്ങിയ പല സംഘടനകളും, അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ പോലും SP ഉത്തർപ്രദേശ്, ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ രാജ്യത്ത് ഒരു പുതിയ തരംഗം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി സഖ്യവും ചേർന്നുകൊണ്ട് ഒരു തരംഗം സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ നരേന്ദ്രമോദിക്കും BJPക്കും ആ നിലയിലുള്ള ഒരു പോപ്പുലാരിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മറുവശത്ത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. രാജ്യം കൃത്യമായിട്ടും ഒരു കോൺഗ്രസ് അനുകൂല BJP വിരുദ്ധ ഒരു മുന്നണിക്ക് അനുകൂലമായി രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായും ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലും ഈ നിലയിലാണ്, പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ നിലയിൽ കോൺഗ്രസിനും നാഷണൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം, ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമാണ്. അത് ഈ സംസ്ഥാനങ്ങൾക്കൊപ്പം നടക്കേണ്ടതായിരുന്നു. പക്ഷേ മറ്റു പല കാരണങ്ങളാൽ അത് നമുക്കറിയാലോ, ഇപ്പോഴങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ, അത് മാറ്റിവെച്ചു. പക്ഷേ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇത് തന്നെയാണ്, ഇതിൻ്റെയൊക്കെ ഏറെക്കുറെ തനിയാവർത്തനമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ വലിയ ആൻറ്റി ഇൻകംബൻസി BJP ഗവൺമെൻറ്റിനെതിരെ ഉണ്ട്, ശിവസേന BJP ഗവൺമെൻറ്റിനെതിരെ ഉണ്ട്. അവിടെ മഹാവികാസ് അഘാടി, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യം ഒരുപക്ഷെ വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണ്. അതിനുശേഷം ഡൽഹിയിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആം ആദ്മിയുടെ ഒരു മറ്റൊരു ചലനം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ബീഹാറിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളോട് കൂടി ഇന്ത്യയിൽ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറി വീശുന്നതിൻ്റെ തുടക്കം അത് വലിയൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ പോവുകയാണ്. കോൺഗ്രസ് അനുകൂലമായ, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ, BJPക്ക് എതിരായിട്ടുള്ള ഒരു തരംഗം രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും അതിങ്ങനെ മെല്ലെ 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 കൂടുതൽ വ്യക്തമായി BJP വിരുദ്ധ തരംഗം രാജ്യത്ത് അഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമാകാൻ പോകുന്നത്.